ചോറിലേക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറി ആയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പപ്പായ ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് അത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. എന്നിട്ട് വേവിച്ചതിന് ശേഷം ഉടച്ചെടുക്കാനുള്ള, അപ്പോൾ അതിനനുസരിച്ച് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി വേറൊരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൺചട്ടി ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണേ. എന്നിട്ട് അതിലേക്ക് ഈ ഉടച്ചു വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്ത ശേഷം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.